ശരീരത്തിലൂടെ ഒഴുകിയത്. ഒറ്റ ദിവസം പോലും ഈശോ എന്നെ അത് തടസ്സപ്പെടുത്തിയില്ല. അതുപോലെ ഞാൻ ഡോക്ടറെ കാണാൻ പോകുമ്പോഴും സർജറിക്ക് പോകുമ്പോഴും റേഡിയേഷന് പോകുമ്പോഴും എല്ലാം എൻ്റെ അമ്മ പറഞ്ഞു, അവൻ്റെ മുറിവിനാൽ നീ സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ആ വചനം പറഞ്ഞ് നീ ട്രീറ്റ്മെൻറ്റിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു എൻ്റെ അസുഖം എന്നുള്ളത്. അസുഖം ഒരിക്കലും എന്നെ വേദനപ്പെടുത്തിയില്ല. കാരണം ഈശോയിലോട്ട് അടുക്കുവാനായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. എൻ്റെ കുടുംബത്തിലും എൻ്റെ നാട്ടിലും എല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള വലിയ അവസരമായിട്ട് കണ്ടു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ ഡോക്ടർ അമേരിക്കക്കാരിയാണ്, ഓൺകോളജിസ്റ്റ്. എൻ്റെ അമ്മ ഇവിടെ പള്ളിക്കുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഡോക്ടർ, കാത്തലിക് അല്ലാത്ത ഡോക്ടർ, എനിക്ക് എന്നോട് പറഞ്ഞു, ഞാൻ ലൂർദിൽ പോയിട്ടുണ്ട്, അവിടെ നിന്നുള്ള വെഞ്ചരിച്ച വെള്ളം ഞാൻ നിനക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ഒരു ബോട്ടിലിൽ ലൂർദിലെ വെള്ളം ഇവിടെയുള്ള അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് പരിശുദ്ധ അമ്മ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് തന്നുവിട്ടു. ആ വെള്ളം വെച്ച് കുരിശ് വരച്ചിട്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ഈ രോഗം വഴിയായിട്ട് ഈ ഒരു ചെറിയൊരു സഹനം ഈശോയ്ക്ക് ഞാൻ സമർപ്പിച്ചപ്പോൾ കിട്ടി. എൻ്റെ മൂത്ത മകന് മെഡിസിന് അഡ്മിഷൻ കിട്ടി. എൻ്റെ മകള് 2ാം വർഷം കോളേജിൽ പഠിക്കുന്നു. 3ാമത്തെ മകന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഈശോയുടെ ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി തന്നു. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ അമ്മ ഒത്തിരി ഈശോയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അലോഷ്യസ് അച്ഛന് ഒത്തിരി നന്ദി പറയുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനയും എല്ലാവരുടെ പ്രാർത്ഥനയും. രോഗം നമ്മൾക്കൊരു തടസ്സമല്ല, നിരാശയല്ല, ദൈവത്തിലേക്ക് അടുക്കാനുള്ള കൃപയാണെന്ന് ഏതെങ്കിലും സഹോദരങ്ങൾ രോഗം കൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സാക്ഷ്യം അതിന് സഹായകമാകട്ടെ. പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കട്ടെ. ഒരിക്കൽ കൂടി ദിവികാരിണി ഈശോയ്ക്കും പള്ളിക്കുന്ന് മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഈ കീമോ എടുത്ത് 12ാമത്തെ കീമോയുടെ സമയത്ത് ഫാത്തിമയിൽ പോയി ഈ മാതാവിനെ കാണാൻ എനിക്ക് അവസരം കിട്ടി. ഞാൻ പ്രാർത്ഥിക്കുന്നു. ലൂർദിൽ പോയി അമ്മയെ കാണാനായിട്ട് ദൈവം എനിക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അച്ഛാ ഈശോ. സഹോദരി, ഞാനിവിടെ വന്നപ്പോൾ ഈശോ എന്നെ 50 പൈസ പോലും ചിലവാക്കാതെ ഏറ്റവും ആദ്യം ചെയ്തത് എന്നെ ലൂർദിൽ കൊണ്ടുപോയതാണ്. അവിടെ ഞാൻ കോവിഡ് സമയം 5 ദിവസം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ ലൂർദിൽ കിട്ടുന്ന അതേ അളവിൻ്റെയാണ് ഇവിടെ കിട്ടുന്നതെന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയതാണ്. ഞാൻ ചിലവഴിക്കില്ല. കോവിഡ് സമയത്ത് എന്നെ പെട്ടെന്ന് പരിചയമില്ലാത്ത ഒരാളെന്നെ വിളിക്കുക, അച്ഛൻ ഇവിടെ വന്ന് 5 കാലം ധ്യാനിപ്പിക്കണം. അവർ കോവിഡൊക്കെ പക്ഷെ അപ്പം പെട്ടെന്ന് കൊടുക്കും. ഞാനിവിടെ പള്ളിക്കുന്ന് പള്ളി എന്ന് പറയുന്നത് മലബാറിൻ്റെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമല്ലേ. ഇപ്പോൾ ലൂർദ് മാതാവിൻ്റെ പള്ളി വന്നപ്പോൾ ഞാനപ്പോൾ പെട്ടെന്ന് പാരീസിലാണല്ലോ ഞാൻ ചോദിച്ചു, എന്നെ ലൂർദിൽ കൊണ്ടുപോയി എനിക്ക് അവിടെ കുർബാന ചെല്ലാനായിട്ട് അവസരം കിട്ടണം. ആ ചേട്ടനെല്ലാം ക്രമീകരണങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു. ഞാൻ അവിടെയൊക്കെ 5 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിന് മുമ്പ് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ പള്ളി വന്നിട്ട് എന്നെ കൊണ്ടുപോയത് എന്തിനാണെന്നറിയാം? സെയിം അനോയിൻറ്റിങ് ആണ് ഇവിടെ ലൂർദിൽ മാതാവിനെ കണ്ടതുപോലെ. എന്ത് അനോയിൻറ്റിങ്, എന്ത് പവറാണ് എനിക്ക് അവിടെ അനുഭവിക്കാൻ പറ്റിയത്. ഏതായാലും ലൂർദിൽ പോകണം കേട്ടോ. അവസരം തന്നതിന് നന്ദി പറയുന്നു. അത് നിങ്ങൾ അവസരം തന്നത് അച്ഛൻ്റെ പെങ്ങളായതുകൊണ്ടാണ്. ഇതെല്ലാവർക്കും ദൈവം കൂടി കിട്ടാൻ വേണ്ടി കൂടിയാണ്. ഒരു വൈദികരുടെ അമ്മയെ പെങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ 3 മക്കളോട് വന്നുകൊണ്ട് നമ്മൾ മിടുക്കന്മാരും ഇന്ന് വലതുകര ഉയർത്തിയ 3 മക്കളെ ഒന്ന് സമർപ്പിച്ച് അവർ